ഹായ് ഫ്രണ്ട്സ്, സോൾ ടോക്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ്സിന്. കാരണം വീണ്ടും പിണറായി വന്നാൽ പിന്നെ ഒരു തിരിച്ചുവരവ് കോൺഗ്രസ്സിന് ഇല്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിലെ സർവേയെക്കുറിച്ചാണ്. 2021 നിയമസഭാ ഇലക്ഷനും ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി, സർവേയും നോക്കി ആണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാൻ പോകുന്നത്. കൊല്ലത്തെ മൊത്തത്തിൽ 11 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് 2026 നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. കൊല്ലത്ത് തീർച്ചയായും മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് സർവേ കണക്ക്. കൊല്ലത്തെ മൊത്തത്തിൽ 11 മണ്ഡലങ്ങൾ. ഇതൊക്കെയാണ് ആ മണ്ഡലം: കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, ചാത്തന്നൂർ, കൊല്ലം, ഇരവിപുരം. ഇവിടെ എല്ലാ മാറ്റങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. ഈ 11 സീറ്റുകളിൽ 9 എണ്ണം 2021 LDF ആണ് തൂത്തുവാരി കൊണ്ടുപോയത്. 2 സീറ്റാണ് UDF ആകെ കിട്ടിയത്. BJPക്ക് ഒരു കിണ്ടിയും ഇല്ലായിരുന്നു. ചാത്തന്നൂരാണ് തോന്നുന്നു സെക്കൻഡ് കിട്ടി. തോന്നുന്നില്ല, അതാണ് സെക്കൻഡ്. കുറച്ച് കൂടുകയും ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി അത് BJPയുടെ കാര്യമില്ല. ഇനി 2026 വരുമ്പോൾ എന്ത് മാറ്റത്തിനാണ് സാധ്യത എന്ന് നോക്കാം. കണക്കുകളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വെച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് കരുനാഗപ്പള്ളി നോക്കാം. നിലവിൽ UDF ആണ്, അത് അവർക്ക് തന്നെ കിട്ടും, അത് ഉറപ്പാണ്. അടുത്തത് ചവറയാണ്, അത് LDF സീറ്റാണ്, അത് UDFിലേക്ക് പോകാൻ വളരെ ചാൻസ് ഉണ്ട്. അടുത്തത് കുന്നത്തൂറാണ്, അത് LDF സീറ്റാണ്, അത് LDFിൽ തന്നെ കിട്ടും എന്ന് സാധ്യത കാണുന്നുണ്ട്. പിന്നെ കൊട്ടാരക്കര, അത് LDF സീറ്റാണ്, അതും അവർ നിലനിർത്തും, അങ്ങനെയാണ് സർവേ പറയുന്നത്. പിന്നെ പത്തനാപുരം, അത് LDF സീറ്റാണ്, അത് 100%അല്ല 2000% LDFിന് തന്നെ. അത് അവിടെ ഇനി വേറെ പത്തനാപുരത്ത് വേറൊരാളില്ല. പിന്നെ പുനലൂർ, അവിടെ ടൈറ്റ് ഫൈറ്റാണ്, എന്നാലും LDFിനാണ് കുറച്ച് സാധ്യത. അടുത്തത് ചടയമംഗലം, അവിടെ ടൈറ്റ് ഫൈറ്റ് നടക്കും, അതിനാണ് സാധ്യത. എന്നാൽ BJPക്ക് 10-20,000 മുകളിൽ വോട്ടുണ്ട്. അതുകൊണ്ട് അവർ LDFിനെ സപ്പോർട്ട് ചെയ്താൽ LDF പുഷ്പം പോലെ ജയിക്കും. ഇനി കുണ്ടറ, അത് UDF നിലനിർത്തുന്നതാണ് പറയുന്നത്. ചാൻസ് അല്ല, നിലനിർത്തും. ഇനി കൊല്ലം നിയോജക മണ്ഡലം, അവിടെ LDFിൻ്റെ സീറ്റാണ്, അത് പറയണ്ടല്ലോ. അത് LDFിൻ്റെ സീറ്റ് പോകാൻ നമ്മുടെ നായകൻ അത് ഒരുപാട് ചീത്തപ്പേരൊക്കെ വെച്ചതുകൊണ്ട് മടുത്ത് കാണും അവിടെയുള്ളവർക്ക്. അതുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. UDFിന് തിരിച്ചു പിടിക്കാൻ കിട്ടാൻ അവസരമാണ്. ഇനി ഇരവിപുരം, അവിടെ വരികയാണെങ്കിൽ അവിടെ LDF സീറ്റാണ്, അത് നിലനിർത്തും, എന്നാലും ടൈറ്റ് ആയിരിക്കും മത്സരം. പിന്നെ പ്രധാനപ്പെട്ട സ്ഥലം ചാത്തന്നൂരാണ്, അവിടെ BJP 2ാം സ്ഥാനത്താണ്, LDFിൻ്റെ സീറ്റാണ്. എന്നാലും ഓരോ ഇലക്ഷൻ വരുമ്പോഴും LDF വോട്ട് കുറഞ്ഞു വരുന്നുണ്ട്, BJPക്ക് കൂടി വരുന്നുമുണ്ട്. അവിടെ BJP LDF പോരാട്ടമാണ് നടക്കുന്നത്, ഉറപ്പാണ്. കാരണം 2016 വോട്ട് കിട്ടിയതിലും കൂടുതൽ 2021 BJPക്ക് കിട്ടിയിട്ടുണ്ട്. അതും 10,000 മുകളിലേക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. LDFിനാണെങ്കിൽ ഭൂരിപക്ഷം നന്നായി കുറയുകയായിട്ടുണ്ട്. ഇനി 2026 എത്തുമ്പോൾ BJP സ്ട്രോങ് ആയ ആളെ ആരെങ്കിലും നിർത്തിയാൽ BJPക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ട്. കോൺഗ്രസ് 3ാം സ്ഥാനം തന്നെ ആയിരിക്കും. മൊത്തത്തിൽ കണക്ക് നോക്കുമ്പോൾ LDFിന് നിലവിൽ 9 സീറ്റാണ് ഉള്ളത്. 2-3 സീറ്റ് കുറയാൻ സാധ്യതയുണ്ട്. UDFിന് 2 എണ്ണമെങ്കിലും കൂടാനും ചാൻസ് ഉണ്ട്. BJPക്ക് നേരിയ സാധ്യതയുണ്ട് 1 കിട്ടാൻ. വളരെ ചെറിയ സാധ്യതയാണ്, എന്നാലും നേരിയ സാധ്യതയുണ്ട്. ഇനി കിട്ടുമെന്ന് തോന്നിയാലും BJP LDFിന് സപ്പോർട്ട് ചെയ്യും. കാരണം എന്താണ്? LDF വീണ്ടും അധികാരത്തിൽ വരേണ്ടത് BJPയുടെ കൂടെ ആവശ്യമാണ്. കാരണം LDF വന്നാൽ പിന്നെ ഒരു തിരിച്ചു പോക്കുണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ വന്നാൽ, ഈ പ്രാവശ്യം കൂടി LDF വന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും വരും. 2026 വന്നു കഴിഞ്ഞാൽ 2031 അവർ തന്നെ ആയിരിക്കും, LDF തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ UDF ഒന്നും അല്ലാതാവും. അതാണ് സത്യം പറഞ്ഞാൽ BJPക്ക് വേണ്ടത്. BJPക്ക് എന്താ വേണ്ടത്? UDF, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് നടക്കുന്ന BJPക്ക് അതല്ല ആവശ്യം. അത് മനസ്സിലാക്കിയിട്ട് UDF കളിക്കുന്നുണ്ടെങ്കിൽ വിജയിക്കും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അല്ലേ ഒന്നും ഇല്ലാതാവും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. നമുക്ക് BJPയുടെ ആവശ്യം അതൊക്കെ തന്നെയാണ്. അതായത് നമുക്ക് കാത്തിരുന്ന് കാണാം. സർവേ പറഞ്ഞതുപോലെ ആവുമോ? LDF വീണ്ടും അവിടെ തൂത്തുവാരി എടുക്കുമോ? വീണ്ടും UDFിനെ നോക്കുകുത്തിയായി ഇരുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും നോക്കുകുത്തിയായി ഇരുന്നാൽ പിന്നെ ഒരുപാട് പേര് BJPയിലേക്ക് ചേക്കേറുന്നത് കാണാം. അവസാനം കേരളം BJPയും ഇടതുമുന്നണിയും, അവസാനം LDFും BJPയും തമ്മിൽ നേർക്കുനേരാവും. ഇവിടെ വെട്ടും കുത്തും തല്ലും അടിയും നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഉത്സാഹിച്ചിട്ട് മാക്സിമം കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പറ്റുമെന്ന് നോക്കുക. എനിക്ക് കോൺഗ്രസ് വന്നാലും ഇവർ വന്നാലും ആര് വന്നാലും എനിക്കൊന്നുമില്ല.
ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, എൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഓക്കെ, ബൈ.